ഇന്ന് മെയ് ദിനം. അധ്വാനിക്കുന്നവൻ്റെ ഏറ്റവും വലിയ ആഘോഷ ദിനമാണിന്ന്. ലോകമെമ്പാടും തൊഴിലാളി വർഗം ഇന്ന് മെയ് ദിനമായിട്ട് ആചരിക്കുക. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന് പറയുന്ന മഹത്തായ സങ്കല്പത്തിലേക്ക് ലോകം കാലെടുത്ത് വെച്ചതിൻ്റെ തുടക്കം കുറിച്ചത് 1886 മെയ് മാസം 1-ാം തീയതി അമേരിക്കയിലെ ചിക്കാഗോയിൽ ഹേ മാർക്കറ്റിൽ നടന്ന സമരത്തോടു കൂടിയാണ്. 8 മണിക്കൂറായി ജോലി സമയം പരിമിതപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾ സമരരംഗത്തിറങ്ങുന്നു. 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും പ്രകടനങ്ങൾ നടക്കുന്നു. 3-ാം തീയതി പോലീസും തൊഴിലുടമകൾ ഏർപ്പാടാക്കിയിരിക്കുന്ന സ്ട്രൈക്ക് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സമരം തകർക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, കൃത്യമായി ഗുണ്ടാ സംഘം കൂടി തൊഴിലാളികളുടെ സമരത്തെ നേരിടുന്നു. 2 തൊഴിലാളികൾ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് 2 തൊഴിലാളികൾ, 7-8 പേർ മരിച്ചുവെന്നാണ് അനൗപചാരികമായ കണക്ക്. നിരവധി പേർക്ക് പരിക്ക് പറ്റുന്നു. ഇത് 3-ാം തീയതി സംഭവിക്കുമ്പോൾ 4-ാം തീയതി അതിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നു. ആ പ്രതിഷേധ പ്രകടനത്തിൽ തൊഴിൽ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നും ആരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ ഒരു ബോംബെറിയുന്നു. 7 പോലീസുകാരും പിന്നീട് അങ്ങോട്ടുള്ള നടന്ന സംഘർഷത്തിൽ 8 തൊഴിലാളികളും മരിക്കുന്നു. നിരവധി ആളുകൾ പരുക്കുപറ്റുന്നു. പിന്നീട് അങ്ങോട്ട് അത് സംബന്ധിച്ചിട്ടുള്ള നിയമ നടപടികൾ, 8 തൊഴിലാളികളെക്കെതിരെ കേസെടുക്കുന്നു. അതിൽ 7 പേരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പറയുന്ന 8-ൽ ഒരാൾ പോലും ബോംബെറിഞ്ഞതായി കഥയില്ല. ആ 7 പേരിൽ 2 പേർക്ക് പിന്നീട് അത് ജീവപര്യന്തമാക്കി മാറ്റുന്നു. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു ജയിലിൽ വെച്ച്. 4 പേരെ തൂക്കിക്കൊല്ലുന്നു. ഇതാ സമരത്തിൻ്റെ കഥയാണ്. പക്ഷെ അത് അവിടെ നിന്ന് അങ്ങോട്ട് ലോകത്തെമ്പാടേക്കും പടർന്നു പന്തലിച്ച ഒരു ആശയഗതി അവിടെ ഉയർന്നു വന്നു. ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തുക. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന തൊഴിലാളികൾ ഭാഗികമായെങ്കിലും ആസ്വദിക്കുന്ന ഈ തൊഴിലവകാശങ്ങൾ തുടങ്ങുന്നത്. ഇന്ത്യയിൽ അത് വരുന്നത് 1923-ലാണ്. ശിങ്കാരവേലു ചെട്ടിയാരുടെ നേതൃത്വത്തിൽ മദ്രാസിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെയ് ദിനം തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. പിന്നീട് 1925-ൽ കാൺപൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന യോഗത്തിൽ അധ്യക്ഷനായതും ഈ ശിങ്കാരവേലു ചെട്ടിയാർ ആയിരുന്നു എന്നുള്ളത് ചരിത്രം. മെയ് ദിനവുമായി ബന്ധപ്പെട്ട ചരിത്രം ഇങ്ങനെയാണെന്നിരിക്കെ പിന്നീട് ഇങ്ങോട്ട് നടന്ന നിരവധിയായ പോരാട്ടങ്ങൾ, നൂറ്റാണ്ടുകൾ ദീർഘിച്ച പോരാട്ടങ്ങൾ, ആ നൂറ്റാണ്ടുകൾ ദീർഘിച്ച പോരാട്ടങ്ങളിൽ നിന്നും തൊഴിലാളി വർഗം അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു. നമ്മുടെ രാജ്യത്തെ കാര്യമെടുത്താൽ പുതിയ ലേബർ കോഡുകൾ വന്നതിന് ശേഷം തൊഴിൽ ഒരവകാശമെന്നുള്ള നിലയിലോ തൊഴിലാളികളുടെ ക്ഷേമം അനിവാര്യമായ ഒരു ജീവിത സാഹചര്യമാണ് എന്നുള്ള നിലയിലോ കാര്യങ്ങളെ കാണുന്നതിൽ നിന്ന് എത്രയോ കാതം അകലെയായി കഴിഞ്ഞിരിക്കുന്നു. 29 തൊഴിൽ നിയമങ്ങൾ, അവയൊക്കെയും മാറ്റിക്കളഞ്ഞിട്ടാണ് ലേബർ കോഡുകൾ വന്നത്. ഈ ലേബർ കോഡുകളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്ഥിരം തൊഴിൽ എന്ന ഒരു ധാരണ തന്നെ ഇല്ലാതാക്കും. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റാണ് ഈ തൊഴിൽ നിയമങ്ങളുടെ, പുതിയ തൊഴിൽ നിയമങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹയർ ആൻഡ് ഫയർ, ആവശ്യത്തിനെടുക്കുന്നു, വലിച്ചെറിയുന്നു. അതാണ് പുതിയ സാഹചര്യം. തൊഴിലാളിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നോ, വിയർപ്പൊഴുകി ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ നിർണായക പങ്ക് വഹിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന തൊഴിലാളി, അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെപ്പറ്റി ഒരു ചിന്തയുമില്ല. നിർബാധമായി അന്താരാഷ്ട്ര കമ്പനികളടക്കമുള്ള മുതലാളിത്ത വ്യവസ്ഥിതിക്ക് നിലനിന്നു പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം. ഈ പുതിയ തൊഴിൽ നിയമങ്ങളുടെ ഏറ്റവും അടിസ്ഥാനം അതാണ്. പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് എല്ലാ മേഖലയിലും മിനിമം വേജസ് കൊണ്ടുവരും. നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ. ഫരീദാബാദിൽ സമരം വന്നു. 9,000-ൽ താഴെ നിന്നിരുന്ന മാസവേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ചെയ്തത്. ഇപ്പോൾ ഹരിയാന ഗവൺമെൻറ് അത് 18,000 ആക്കാൻ സമ്മതിച്ചിരിക്കുന്നു. നോയിഡയിൽ ഇപ്പോഴും സമരം തുടരുകയാണ്. അവിടെ ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാവുന്നില്ല. 18,000 മാസമാക്കിയാൽ തന്നെ നമുക്കറിയാം എന്ത് വരുമാനമാണ് ഒരു തൊഴിലാളിക്ക്. ഇപ്പോഴത്തെ ജീവിത ചെലവുകളിൽ ഒരു കുടുംബം കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെ? അപ്പോൾ അടിസ്ഥാനപരമായി മിനിമം വേജസ് വർദ്ധിപ്പിക്കും എന്ന് പറയുന്ന ഒന്നും നടപ്പിലാവുന്നതല്ല. എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? തൊഴിൽ നിയമങ്ങളൊക്കെ പോയി.
നേരത്തെ തൊഴിൽ തർക്കങ്ങളുണ്ടായാൽ നമുക്ക് ലേബർ ഓഫീസിൽ പോവാം, അതിന് മേലെ ലേബർ കോടതിയും അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ലേബർ മേഖലയിലെ ഉദ്യോഗസ്ഥരൊക്കെ ഫെസിലിറ്റേറ്റേഴ്സായിട്ട് മാറുന്നു. കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സൗകര്യപ്പെടുത്താനുള്ളവർ മാത്രമാണ് അവർ. വിവിധ നിയമങ്ങളിലായി 79 നിയമങ്ങളിലായി തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ 1000 കുറ്റകൃത്യങ്ങൾ ശിക്ഷാർഹമായിരുന്നു. അവയെല്ലാം ഒഴിവാക്കി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ് ഇന്ന് ഗവൺമെൻറ്റിന് കണ്ണിലുള്ളത്. അപ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ പാടെ നിഷേധിക്കുന്നു. സ്ഥിരം തൊഴിൽ എന്നൊരു സംവിധാനമേ പോകുന്നു. തൊഴിലാളിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെപ്പറ്റി യാതൊരു വിധമായ ഒരു ദർശനവും ഇല്ലാത്തൊരു തൊഴിൽ സംവിധാനത്തിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളികളെയും മനുഷ്യനെയും മുതലെടുക്കുക എന്നുള്ളതിനപ്പുറത്ത് തൊഴിലാളികളുടെ ഒരു ക്ഷേമത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. പഴയ കാലത്ത് പറഞ്ഞ മുദ്രാവാക്യവും നടപ്പിലാക്കിയ 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും ദൂരെ എവിടെയോ പോയി ഒളിച്ചു കഴിഞ്ഞു. ഇനിയും ഈ മേഖലയിൽ ഓരോ മെയ് ദിനവും നമ്മളെ ഓർപ്പിക്കുന്നതാണ്. ഇനിയും ഈ മേഖലയിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിരന്തരമായ പോരാട്ടങ്ങൾ ഉണ്ടായേ തീരൂ. നമുക്കറിയാം, ഇന്ത്യയിലെ തൊഴിലാളികളുടെ 90% യാതൊരു വിധമായ സംരക്ഷണവും കിട്ടാത്ത അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ്. സംഘടിക്കാൻ അവർക്കാവാത്ത രീതിയിലാണ് അവരുടെ ജീവിതം നിൽക്കുന്നത്. ആ മേഖലയടക്കം എല്ലാ ഭാഗത്തും അധ്വാനിക്കുന്നവനും വിയർപ്പൊഴുക്കുന്നവനും ശ്വാസം മുട്ടിമിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഹസാഡസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അപകടകരമായ പ്രവർത്തനങ്ങൾ, അവയ്ക്കുണ്ടാകുന്ന സംരക്ഷണങ്ങൾ ഒന്നുമില്ല പുതിയതിനകത്ത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഈ തൊഴിൽ മേഖലയിലെ റിട്രെഞ്ച്മെൻറ്റും അതേപോലെ ലേ ഓഫും ലോക്കൗട്ടും അങ്ങനത്തെ കാര്യങ്ങൾ 100 തൊഴിലാളികൾക്ക് മേലെ ഉണ്ടെങ്കിൽ അവയ്ക്ക് എടുക്കേണ്ടിയിരുന്ന നടപടികളുണ്ട്. ഇപ്പോൾ അത് 300 തൊഴിലാളികളായി. 300 തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ ഇന്ന് ചുരുക്കമാണ് ഇന്ത്യയിൽ. കാരണം തൊഴിലാളികളായും സ്ഥിരം തൊഴിലാളികളല്ലാത്തതുകൊണ്ട് ലിസ്റ്റിലുണ്ടാവില്ല. 300 തൊഴിൽ സ്ഥാപനങ്ങളുള്ളത് വളരെ വളരെ വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങളാണ് തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ ആ നിലയിലേക്ക് മാറുമ്പോൾ ഒരാൾക്കും സുരക്ഷിതത്വമില്ലാത്ത പരിപൂർണമായ ചൂഷണം, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചൂഷണത്തിനെതിരെയുള്ള സംരക്ഷണം അത് തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല. സംഘടിക്കാനുള്ള അവകാശം, ഒരുമിച്ച് നിന്ന് വിലപേശാനുള്ള അവകാശം, അത് തൊഴിൽ നിയമങ്ങളുടെ ആന്തരാത്മാവാണ്. ഒരുമിച്ച് കൂടാനും സംഘടിക്കാനും ഒരുമിച്ച് വിലപേശാനുമുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. തൊഴിലവകാശങ്ങൾ ത്രാശിൽ തൂങ്ങുന്നു. നാളുകളിൽ അധ്വാനിക്കുന്നവൻ്റെ ഭാവി എന്താകും? ചോദ്യങ്ങൾ ഉയരുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ മെയ് ദിനം ആഘോഷിക്കുന്നത്. പോരാട്ടത്തിൻ്റെ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. തൊഴിൽ നിഷേധത്തിനും തൊഴിലവകാശങ്ങൾ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഈ പുതിയ തൊഴിൽ വിരുദ്ധ സമീപനങ്ങൾക്കെതിരായി സന്ധിയില്ലാ സമരം അനിവാര്യമാണ്. ഈ അനീതിയുടെ മുന്നിൽ നിശബ്ദ സാക്ഷികളായി നിലകൊള്ളാനല്ല, മറിച്ച് കാലഗതിയെ മാറ്റിവിടുന്ന രീതിയിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് AITC അടക്കമുള്ള കേന്ദ്ര തൊഴിൽ സംഘടനകൾ നടത്തുന്ന പോരാട്ടങ്ങളിൽ ആ പോരാട്ടങ്ങളുടെ അണികളായി, അലകളായി വരും കാലങ്ങളിലെ തൊഴിലവകാശങ്ങൾ നിലനിർത്തുന്ന ചാലക ശക്തിയായി നമുക്ക് മാറാം.